പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, അസിസ്റ്റൻ്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷ, സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ, CPO പരീക്ഷ എന്നിവകൾക്കുള്ള ഭരണഘടനയിലുള്ള രണ്ടാമത്തെ ക്ലാസ്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, അതായത് നമ്മൾ ഭേദഗതി 42-ാം ഭേദഗതിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഈ ക്ലാസ്സിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള 44-ാം ഭേദഗതിയാണ് PSCയുടെ പരീക്ഷകൾക്ക് നിരന്തരമായി ചോദിക്കുന്ന ഭാഗമാണത്. പിന്നീട് നമ്മൾ ഈ ക്ലാസ് കൊണ്ടുപോകുമ്പോൾ, മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, അതായത് സ്കൂൾ പാഠപുസ്തകം, മുൻവർഷ ചോദ്യങ്ങൾ, ആനുകാലിക വിവരങ്ങൾ, ഭേദഗതി മാത്രമല്ല പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട് കണക്റ്റിംഗ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ക്ലാസ്സിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1978 44-ാം ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ചാണ്. അപ്പോൾ 1978 44-ാം ഭരണഘടനാ ഭേദഗതി എന്താണ് എന്ന് ചോദിച്ചാൽ, 1978 44-ാം ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അതായത് 1976 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഭരണഘടനയെ ഭേദഗതി ചെയ്തു. അതിനെ 42-ാം ഭേദഗതിയാണ് എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഈ 42-ാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി ഭരണഘടനയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഭേദഗതി ചെയ്ത് പഴയ നിയമങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനായി നടത്തിയ ഭേദഗതിയാണിത്. കൂടാതെ ഇനിയൊരു ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ 44-ാം ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തി ഭരണഘടനയിലേക്ക് എഴുതി ചേർത്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, 1975 ജൂൺ 25-നാണ് ഇന്ദിരാഗാന്ധി മൂന്നാമത്തെ ദേശീയ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ആഭ്യന്തര അടിയന്തരാവസ്ഥയെ ചരിത്രകാരന്മാർ, ദേശീയ നേതാക്കളൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത്, അതായത് അതിനെ ആ അർത്ഥത്തിൽ വിമർശിക്കുന്നത്, ഇന്ത്യയെ ഒരു ഇരുട്ടിലാക്കിയ അടിയന്തരാവസ്ഥ കാലഘട്ടം എന്നാണ്. അതായത് നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട്, മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന തലത്തിൽ ഈ അടിയന്തരാവസ്ഥ കൊണ്ടുപോയി എന്നുള്ളതാണ്. ദേശീയ നേതാക്കളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അവർ ഏറ്റുവാങ്ങേണ്ടി വന്നു. നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ, പ്രധാനമായിട്ടും അത്തരത്തിൽ മാനുഷിക പരിഗണന കൂടാതെയുള്ള പ്രവൃത്തികൾ ഇന്ദിരാഗാന്ധി സർക്കാരിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ പ്രധാനമായിട്ടും രാഷ്ട്രപതിയുടെ ഏകപക്ഷീയമായിട്ടുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് കടിഞ്ഞാണിടുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇവിടെ നിന്ന് കറണ്ട് അഫയേഴ്സിൽ നിന്നും ചോദിച്ച ഒരു ചോദ്യമാണ്, അതായത് മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന്. അത് PSCയുടെ മുൻവർഷ ചോദ്യമാണ്. 1975 ജൂൺ 25-ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു. ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇവിടെ നിന്നും PSC, അതായത് ആനുകാലിക വിവരങ്ങളിൽ നിന്നും ചോദിച്ചൊരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെ, അതായത് ജൂൺ 25, 2025 മുതൽ കേന്ദ്ര സർക്കാർ ഏത് ദിനമായിട്ടാണ് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ 50ാമത് വാർഷികമാണ് 2025 ജൂൺ 25-ന് രാജ്യം ആചരിച്ചത്. 50ാമത് വാർഷികം രാജ്യം ആചരിച്ചു. ആ പശ്ചാത്തലത്തിൽ ജൂൺ 25-ന് പുതിയൊരു പ്രത്യേകത പ്രധാനമായിട്ടുമുണ്ട്. ജൂൺ 25-ന് ഒരു ദിനമായി കേന്ദ്ര സർക്കാർ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ജൂൺ 25-ൻ്റെ പ്രത്യേകതയാണ് ഭരണഘടനാ ഹത്യാ ദിനം അല്ലെങ്കിൽ സംവിധാൻ ഹത്യാ ദിവസാണ്. ഭരണഘടനാ ഹത്യാ ദിനം അല്ലെങ്കിൽ സംവിധാൻ ഹത്യാ ദിവസാണ്. ആദ്യമായി ആചരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ ഈ 2025-ലാണ്. ആദ്യമായി ആചരിച്ചത് 2025-ലുമാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇവിടെ നിന്നും PSC, അതുപോലെ തന്നെ RRB തുടങ്ങിയ പരീക്ഷകൾക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ചോദ്യം എങ്ങനെ, വീണ്ടും ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് വന്ന കറണ്ട് ഫാക്ട്സ് ആയിട്ടുള്ള ചോദ്യം എങ്ങനെ,
മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയുടെ അനുഭവങ്ങളടങ്ങിയ നരേന്ദ്രമോദി രചിച്ച പുതിയ പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചാൽ ദ എമർജൻസി ഡയറീസ് ഇയേഴ്സ് ദാറ്റ് ഫോർഗേഡ് എ ലീഡർ. ദ എമർജൻസി ഡയറീസ് ഇയേഴ്സ് ദാറ്റ് ഫോർഗേഡ് എ ലീഡർ. അതായത് ഒരു നേതാവിനെ വാർത്തെടുത്ത അടിയന്തരാവസ്ഥ കാലഘട്ടം എന്നുള്ളതാണ്. അപ്പോൾ ഈ പുസ്തകം പുറത്തിറങ്ങിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2025 ജൂൺ 25-നാണ്. 2025 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ 50ാമത് വാർഷികം പ്രധാനമായിട്ടും രാജ്യത്ത് ആചരിച്ച വേളയിൽ ജൂൺ 25-ൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ ഭരണഘടനാ ഹത്യാ ദിനമാണ്, സംവിധാൻ ഹത്യാ ദിവസമാണ്. അപ്പോൾ അത്തരത്തിൽ പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും ഈ 44-ാം ഭേദഗതി പാസ്സാക്കപ്പെട്ട വർഷം 1978-ലാണ്. എന്നാണ് എന്ന് ചോദിച്ചാൽ 44-ാം ഭേദഗതി പാസ്സാക്കപ്പെട്ടത് 1978-ലാണ്. പിന്നീട് ഈ 44-ാം ഭേദഗതി നിലവിൽ വന്നത് 1979 ഏപ്രിൽ 30-ആണ്. 1979 ഏപ്രിൽ 30-നാണ് ഈ 44-ാം ഭേദഗതി നിലവിൽ വന്നത്. നിലവിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി മൊറാർജി ദേശായി, PSC നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണത്. ഈ അടുത്ത പ്രസ്താവനാ രീതിയിലും ഒക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ സമയം പ്രധാനമായിട്ടും രാജ്യം ഭരിച്ചിരുന്നത് ജനതാ ഗവൺമെൻറ്റാണ്. മൊറാർജി ദേശായി സർക്കാരിൻ്റെ കാലത്തുള്ള ഗവൺമെൻറ് ജനതാ ഗവൺമെൻറ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സമയം ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. അപ്പോൾ 44-ാം ഭേദഗതി നിലവിൽ വന്നത് 1979 ഏപ്രിൽ 30. ഈ സമയം പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി, രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയുമാണ്. ഇനി ആ 44-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ലോക്സഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി കുറച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇന്ദിരാഗാന്ധി നടത്തിയ പരിഷ്കരണങ്ങൾ പ്രധാനമായിട്ടും ഇല്ലാതാക്കി പഴയ കാര്യം പുനഃസ്ഥാപിച്ചു. അതായത് 42-ാം ഭേദഗതി വഴി ലോക്സഭയുടെ കാലാവധി പ്രധാനമായിട്ടും 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി ഉയർത്തിയായിരുന്നു. തിരിച്ച് ലോക്സഭയുടെ കാലാവധി ഇന്ന് കാണുന്ന രൂപത്തിൽ 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് ഏത് എന്ന് പറയുന്നത് 44-ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഒന്നാമത്തെ വന്ന മാറ്റം അതാണ്. ഇനി 2, ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന കാരണങ്ങളിൽ ഒന്നായ ആഭ്യന്തര അസ്വസ്ഥത അല്ലെങ്കിൽ ആഭ്യന്തര കലാപം എന്ന പദത്തിനു പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റി. അപ്പോൾ അടിയന്തരാവസ്ഥ നമുക്കറിയാം ആർട്ടിക്കിൾ 352 പ്രകാരമാണ് നമ്മുടെ രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നായിട്ടുള്ള സായുധ കലാപം എന്ന അല്ലെങ്കിൽ ആഭ്യന്തര അസ്വസ്ഥത അല്ലെങ്കിൽ ആഭ്യന്തര കലാപം എന്ന പദം മാറ്റി സായുധ വിപ്ലവം എന്ന പദമാക്കി മാറ്റി എന്നുള്ളതാണ്. ഇവിടെ നിന്ന് PSC ചോദിക്കാം. അതായത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥയെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഭാഗം 18. അടിയന്തരാവസ്ഥയെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? 352 മുതൽ 360 വരെ. 352 മുതൽ 360 വരെ. ഇനി പ്രധാനമായിട്ടും ആർട്ടിക്കിൾ 352 എന്തിനെ സംബന്ധിച്ചു പരാമർശിച്ചിരിക്കുന്നു? അത് ദേശീയ അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 356 എന്തിനെ സംബന്ധിച്ചു പരാമർശിച്ചിരിക്കുന്നു? സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണമാണ്. ഇനി സാമ്പത്തിക അടിയന്തരാവസ്ഥയെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നു. ഇവിടെ നിന്നും PSC വീണ്ടും ചോദിച്ചൊരു ചോദ്യം ആനുകാലികമായിട്ടുള്ള
വിവരങ്ങളിൽ നിന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നും ചോദിച്ച ചോദ്യം ഇങ്ങനെ. അതായത് 2 രീതിയിൽ ഈ ചോദ്യം ചോദിച്ചു. ഒന്നാമത്തെ രീതി ഇങ്ങനെ, അതായത് നിലവിൽ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം, അല്ലെങ്കിൽ നിലവിൽ രാഷ്ട്രപതി ഭരണമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത്? അതേത് എന്ന് ചോദിച്ചാൽ മണിപ്പൂരാണ്. രണ്ടാമത്തെ രീതി ഇവിടെ നിന്ന് തന്നെ ചോദിച്ച ചോദ്യം, മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ദ്രൗപദി മുർമു എന്നാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്? 2025 ഫെബ്രുവരി 13. PSCയുടെ ചോദ്യം 2025 ഫെബ്രുവരി 13. അതായത് നമ്മൾ വാർത്തകളിലൊക്കെ വായിച്ചതാണ്. മണിപ്പൂരിൽ അതായത് ഗോത്രവർഗ കലാപമുണ്ടായി. ആ ഗോത്രവർഗ കലാപത്തെ നേരിടാൻ അവിടുത്തെ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. ആ പശ്ചാത്തലത്തിൽ തന്നെ പ്രധാനമായിട്ടും അവിടെ പിന്നീട് സംസ്ഥാന അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തേണ്ടി വന്നു, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2025 ഫെബ്രുവരി 13. ദ്രൗപദി മുർമു ആണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. മണിപ്പൂരിൽ നിന്ന് രാജിവെച്ച മുഖ്യമന്ത്രിയാണ് N. ബീരൻ സിംഗ്. മണിപ്പൂരിൻ്റെ നിലവിലെ ഗവർണറാണ് അജയ് കുമാർ ഭല്ല. മണിപ്പൂരിൽ 11ാമത്തെ തവണയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. 11ാമത്തെ തവണ. ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് മണിപ്പൂരിലാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് മണിപ്പൂരിലാണ്, 11 തവണ. നമ്മുടെ രാജ്യത്ത് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബിലാണ്. കേരളത്തിലാകെ ഇതുവരെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടും അത്തരത്തിൽ 7 തവണയാണ് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്, പരീക്ഷകൾക്ക് ചോദിച്ചുള്ളതാണ്. ഇനി പ്രധാനമായിട്ട് ഈ ഭാഗം 18 രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രം ഏത്? ഭാഗം 18 രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രം ഗാന്ധിജിയുടെ ചിത്രമാണ്. ഭാഗം 18 സ്കൂൾ പാഠപുസ്തകം ഭാഗം 18 രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രമാണ് ഗാന്ധിജിയുടെ ചിത്രം. ഇനി അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന്? അതും PSCയുടെ ചോദ്യം. അടിയന്തരാവസ്ഥ എന്ന ആശയം അതെവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇനി ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടത്, അടിയന്തരാവസ്ഥ കാലത്ത് പൗരന്മാരുടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ, അതായത് ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് പൗരന്മാരുടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യാം, ഫണ്ടമെൻ്റൽ ഫ്രീഡം റദ്ദ് ചെയ്യാമെന്ന ആശയം കടമെടുത്തിരിക്കുന്നത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയാണ്, ജർമ്മനിയുടെ ഭരണഘടന. ശ്രദ്ധിക്കേണ്ടത്, അടിയന്തരാവസ്ഥ എന്ന ആശയം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് പൗരന്മാരുടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യാമെന്ന ആശയം അതെവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി, ജർമ്മനിയുടെ ഭരണഘടന. ഇനി ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവയെ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയും ഏത് തന്നെ എന്ന് ചോദിച്ചാൽ 44ാം ഭേദഗതി. PSC ചോദിച്ചിട്ടുള്ളത്, ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം, മൗലികാവകാശങ്ങളിൽ നിന്നും അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 20ഉം 21. അപ്പോൾ ആർട്ടിക്കിൾ 20നെയും 21നെയും റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് പരാമർശിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് പ്രധാനമായിട്ടും എന്ന് പരാമർശിച്ചിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ അത് 44ാം ഭേദഗതിയാണ്. ഇവിടെ നിന്നും വീണ്ടും PSC ചോദിച്ചിട്ടുണ്ട്, അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20നെയും 21നെയും റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് പരാമർശിച്ചിട്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 359 എന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ അടിയന്തരാവസ്ഥക്കാലത്ത് 20, 21നെ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ചോദിച്ചാൽ അത് 44ാം ഭേദഗതിയും. അടിയന്തരാവസ്ഥക്കാലത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവയെ അതായത് റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് പരാമർശിച്ചിരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 359മാണ്. ശ്രദ്ധിക്കണം, ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നിന്നും വരും. അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കറിയാം, അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങളിലും താൽക്കാലികമായി റദ്ദ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാ? നിരന്തരം ചോദിക്കുന്നത്
ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. അപ്പോൾ അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ 20, 21. റദ്ദ് ചെയ്യാൻ കഴിയുന്ന ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. വീണ്ടും PSCയുടെ ചോദ്യം. ആർട്ടിക്കിൾ 19 അടിയന്തരാവസ്ഥക്കാലത്ത് റദ്ദ് ചെയ്യാൻ കഴിയും എന്ന് പരാമർശിച്ചിട്ടുള്ളത് ഏത് ഭരണഘടനയുടെ ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ? അടിയന്തരാവസ്ഥക്കാലത്ത് ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യാൻ കഴിയും എന്ന് പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 358. ആർട്ടിക്കിൾ 358. അതായത് ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യാം. 359 പരാമർശിച്ചിരിക്കുന്നത് 20-നെയും 21-നെയും റദ്ദ് ചെയ്യാൻ കഴിയില്ല. ഓക്കെയാണ്. ആവർത്തിച്ചുള്ള ചോദ്യങ്ങളാണ്, അവിടെ നിന്നൊക്കെ ചോദിക്കാം. ഇനി നിരന്തരമായി ജനറലായിട്ട് ചോദിക്കുന്നത് ചോദ്യം, മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 19. മൗലിക അവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 19. മൗലിക അവകാശങ്ങളുടെ അടിസ്ഥാനമല്ലെങ്കിൽ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളുടെ അടിസ്ഥാനമല്ലെങ്കിൽ അടിത്തറ ആർട്ടിക്കിൾ 21. വീണ്ടും PSCയുടെ ചോദ്യം, മൗലിക അവകാശങ്ങളുടെ അല്ലെങ്കിൽ ഭരണഘടനയുടെ സുവർണ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഗോൾഡൻ ട്രയാങ്കിൾസ് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21. ഓക്കെയാണ്. നട്ടെല്ല് ആർട്ടിക്കിൾ 19, അടിസ്ഥാനം അടിത്തറ 21, സുവർണ ത്രികോണങ്ങൾ 14, 19, 21 എന്നിങ്ങനെയുള്ള ആർട്ടിക്കിൾ. ഇനി 44-ാം ഭേദഗതിയുടെ മറ്റൊരു വസ്തുതയാണ് എന്താണ് എന്ന് ചോദിച്ചാൽ, രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ്, ഗവർണർ, അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കണം എന്ന് പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് അല്ലെങ്കിൽ ഭേദഗതിയാണ് 44-ാം ഭേദഗതി. അപ്പോൾ പ്രധാനമായിട്ടും രാഷ്ട്രപതി, ഗവർണർ, ലഫ്റ്റനന്റ് ഗവർണർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ എന്നിവർ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കണം എന്ന് പരാമർശിച്ചിരിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ഏത് എന്ന് പറയുന്നത്? 44-ാം ഭേദഗതി. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? ജുഡീഷ്യൽ റിവ്യൂ എന്താണ് എന്ന് ചോദിച്ചാൽ, അതായത് രാഷ്ട്രപതിയോ ഗവർണറോ ലഫ്റ്റനന്റ് ഗവർണറോ അഡ്മിനിസ്ട്രേറ്ററോ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകളോ പാർലമെൻറ്റോ സംസ്ഥാന നിയമസഭയോ വഴി പാസാക്കുന്ന നിയമങ്ങളോ ഭരണഘടനാ വിരുദ്ധമോ മൗലിക അവകാശങ്ങളുടെ ലംഘനമോ ആയാൽ പ്രസ്തുത കാര്യങ്ങളെ റദ്ദ് ചെയ്യാനുള്ള അധികാരം രാജ്യത്തെ സുപ്രീം കോടതിക്കുണ്ട്, ഹൈക്കോടതിക്കുണ്ട്. അതിനെയാണ് പ്രധാനമായിട്ടും ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ രാഷ്ട്രപതിയോ ഗവർണറോ ലഫ്റ്റനന്റ് ഗവർണറോ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയാണ്, പാർലമെൻറ്റ് വഴി ഏതെങ്കിലും നിയമങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയാണ്, സംസ്ഥാന നിയമസഭ വഴി ഏതെങ്കിലും നിയമങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയാണ്, അത് രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിലായാൽ, അതല്ലെങ്കിൽ പൗരന്മാരെ സംബന്ധിച്ച് ഏതെങ്കിലും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കോ അവകാശങ്ങൾ ഹനിക്കുന്നതിലേക്കോ കടന്നു കയറിക്കഴിഞ്ഞാൽ, ആശയങ്ങൾ ഭരണഘടനാ വിരുദ്ധമായാൽ പ്രസ്തുത കാര്യങ്ങളെ റദ്ദ് ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്, ഹൈക്കോടതിക്കുണ്ട്. അപ്പോൾ ഇവിടെ ഓർഡിനൻസുകൾ പ്രധാനമായിട്ടും ഹൈക്കോടതിക്കുണ്ട്, സുപ്രീം കോടതി, അതാണ് ജുഡീഷ്യൽ റിവ്യൂ. ഇവിടെ ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കണം എന്ന് പരാമർശിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ്. അത് പ്രധാനമായിട്ടും 44-ാം ഭേദഗതിയാണ്, ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭേദഗതി. ഇനി നമുക്കറിയാം, ഇവിടെ നിന്നും PSC ചോദിച്ച ചോദ്യമാണ്, വൺ വേർഡ് ചോദ്യത്തിൽ തന്നെ ചോദിച്ചതാണ്, സ്കൂൾ പാഠപുസ്തകമാണ്. അതായത് നമ്മുടെ രാജ്യത്ത് ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ അധികാരമുള്ള അവകാശമുള്ളവർ പ്രധാനമായിട്ടും എത്ര അധികാര സംവിധാനങ്ങളാണ്? ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ അധികാരമുള്ള അധികാരികൾ താഴെ പറയുന്നവയിൽ എത്ര പേർ? 3 അധികാര സംവിധാനങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് ഓർഡിനൻസ് പുറപ്പെടുവിക്കും. 3 അധികാര സംവിധാനങ്ങൾക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കുക. ആ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന അധികാരികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ,
ഒന്ന് രാഷ്ട്രപതിയാണ്, 2 ഗവർണറാണ്, 3 ലഫ്റ്റനൻറ്റ് ഗവർണർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ നമ്മുടെ രാജ്യത്ത് അധികാരമുള്ളത്, അവകാശമുള്ളത് 3 അധികാര സംവിധാനങ്ങൾക്ക്. 1 രാഷ്ട്രപതി, 2 ഗവർണർ, 3 ലഫ്റ്റനൻറ്റ് ഗവർണർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററാണ്. ഇവിടെ രാഷ്ട്രപതിക്ക്, ഇതെപ്പോഴും ജനറലായിട്ട് ചോദിക്കുന്നത്, രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 123. ഓക്കെയാണ്. ഓർഡിനൻസിന് 3 അധികാര സംവിധാനങ്ങൾ: 1 രാഷ്ട്രപതി, 2 ഗവർണർ, 3 ലഫ്റ്റനൻറ്റ് ഗവർണർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ. രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 123. ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ നൽകുന്ന ആർട്ടിക്കിൾ 213. ലഫ്റ്റനൻറ്റ് ഗവർണർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ എന്നിവർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 239B ആണ്. 239 ക്യാപിറ്റൽ B ആണ്. ഇനി രാഷ്ട്രപതി, ഇവിടെ നിന്നും PSC ചോദിച്ച ചോദ്യമാണ്. രാഷ്ട്രപതി ഭവനിലെ, കറണ്ട് അഫയേഴ്സാണ്, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താ? ആവർത്തിച്ച ചോദ്യം, ഗണതന്ത്ര മണ്ഡപ്. ഗണതന്ത്ര മണ്ഡപ് എന്നാണ്. ഇനി ഗണതന്ത്ര മണ്ഡപ്, ഗണതന്ത്ര മണ്ഡപ് എന്നാണ്. ഇനി രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിൻ്റെ പുതിയ പേരെന്താ? അശോക് ഹാൾ. അതും ചോദിച്ചതാണ്. അശോക് മണ്ഡപ് എന്നാണ്. അശോക് മണ്ഡപ് എന്നാണ്. അശോക് മണ്ഡപ് എന്നാണ്. ഇനി ചോദിക്കാം, ചോദിച്ചിട്ടില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ രാഷ്ട്രപതി ആരാ? 15ാമത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഓർത്തിരിക്കുക. രാഷ്ട്രപതിയെ സംബന്ധിച്ച് പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 52 മുതൽ 62 വരെയുമാണ്. രാഷ്ട്രപതിയെ സംബന്ധിച്ച് പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 52 മുതൽ 62 വരെ. ഇനി പ്രധാനമായിട്ടും ഗവർണർ. ഗവർണറെ സംബന്ധിച്ച് പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? 153 ആണ്. ആർട്ടിക്കിൾ 153. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്നത് 213. ഇനി ഇവിടെ നിന്ന് ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര്. ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേരെന്താ? അതാണ് ലോക് ഭവൻ അല്ലെങ്കിൽ ജനങ്ങളുടെ വസതി എന്നാണ്. ലോക് ഭവൻ എന്നാണ്. ഇതിൻ്റെ പഴയ പേര് രാജ്ഭവൻ എന്നായിരുന്നു. രാജ്ഭവൻ അധികാരികളുടെ വസതി എന്നായിരുന്നു. കൊളോണിയൽ പേര് മാറ്റി നമ്മുടെ തദ്ദേശീയപരമായിട്ടുള്ള പേര് ഗവർണറുടെ വസതിക്കിടാൻ തീരുമാനിച്ചു. നിലവിൽ ഗവർണറുടെ വസതിയുടെ പേരാണ് ലോക് ഭവൻ, അതായത് ജനങ്ങളുടെ വസതി എന്നുള്ളതാണ്. പഴയ പേര് രാജ്ഭവൻ. ഇനി ഗവർണറുടെ വസതികൾക്ക് ലോക് ഭവൻ എന്ന പേര് നിർദ്ദേശിച്ചതാരാ? ഇമ്പോർട്ടൻ്റാ. ലോക് ഭവൻ എന്ന പേര് നിർദ്ദേശിച്ചതാരാ? ആരാണ് എന്ന് ചോദിച്ചാൽ അത് നിലവിലെ കേരളത്തിൻ്റെ ഗവർണറായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. എത്രാമത്തെ ഗവർണറാണ് അദ്ദേഹം? കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണർ. ഇമ്പോർട്ടൻ്റ്, 23ാമത്തെ ഗവർണർ. ഇനി അഡ്മിനിസ്ട്രേറ്റർ, ലഫ്റ്റനൻറ്റ് ഗവർണർ എന്നിവർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 239B-യുമാണ്. 239B ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്നും ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചത്. ഇനി ഇവിടെ വീണ്ടും PSCയുടെ ചോദ്യമാണ്, ഓർഡിനൻസ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓർഡിനൻസ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. 2 രീതിയിൽ ഇവിടെ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷ് ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ആശയം കടമെടുത്തിരിക്കുന്ന നിയമം, അല്ലെങ്കിൽ ഒരു നിയമം എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. പ്രധാനപ്പെട്ട ആശയങ്ങളാണ്: 1 പബ്ലിക് സർവീസ് കമ്മീഷൻ, 2 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, 3 ഗവർണർ എന്ന പദവി, 4 അടിയന്തരാവസ്ഥ എന്ന ആശയം, ഓർഡിനൻസ് എന്ന് പറയുന്ന ആശയം. അതുപോലെ തന്നെ അത്തരത്തിലൊക്കെ ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത്
എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇനി നമ്മൾ 44-ാം ഭേദഗതി, അതിലെ കണക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു. ഇനി വീണ്ടും PSCക്ക് നിരന്തരമായി ചോദിക്കുന്ന മറ്റൊരു ഭേദഗതിയാണ് 73-ാം ഭേദഗതിയാണ്. 73-ാം ഭേദഗതിയാണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. 73-ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിങ്ങൾക്കെല്ലാം അറിയാം, പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട്. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് ഏത്? 73-ാം ഭേദഗതി. ഓക്കെയാണ്. ഇനി ഈ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിച്ചത്. 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1991 സെപ്റ്റംബർ 16. 1991 സെപ്റ്റംബർ 16. ഈ ബില്ല് അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിച്ചിട്ടുണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷ. 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആര്? ജി വെങ്കിട്ടസ്വാമി. ആരാണ്? ജി വെങ്കിട്ടസ്വാമിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി പ്രധാനമായിട്ടും ഈ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 91 സെപ്റ്റംബർ 16 അവതരിപ്പിച്ചതെന്ന് ഓർക്കണം. ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 92 ഡിസംബർ 22. 1992 ഡിസംബർ 22. രാജ്യസഭ പാസ്സാക്കിയത് 1992 ഡിസംബർ 23. 1992 ഡിസംബർ 23. രാഷ്ട്രപതിയായിരുന്ന ശങ്കർ ദയാൽ ശർമ്മ ഈ നിയമത്തിന് 73-ാം ഭേദഗതിക്ക് അംഗീകാരം നൽകിയത്. ഒരു ബില്ലിന് രാഷ്ട്രപതി അംഗീകരിക്കുമ്പോൾ മാത്രമാണ് അത് നിയമമായി മാറുന്നത്. അങ്ങനെ നിയമത്തിന് അംഗീകാരം നൽകിയത് ഇമ്പോർട്ടൻ്റ് 1993 ഏപ്രിൽ 24. 1993 ഏപ്രിൽ 20. 1993 ഏപ്രിൽ 20. ഇനി 73-ാം ഭേദഗതി അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. 1993 ഏപ്രിൽ 24. 1993 ഏപ്രിൽ 24. ഇനി ഏപ്രിൽ 24 പ്രത്യേകത എന്താ? ഏപ്രിൽ 24 നിരന്തരമായി ചോദിക്കുന്നത് ദേശീയ പഞ്ചായത്തി രാജ് ദിനം. ദേശീയ പഞ്ചായത്തി രാജ് ദിനം. ഇനി കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നതെന്നാ? വീണ്ടും PSCയുടെ ചോദ്യമാണ്. ഫെബ്രുവരി 19. ഫെബ്രുവരി 19. തിരിഞ്ഞു പോകരുത്. ദേശീയ പഞ്ചായത്തി രാജ് ദിനമാണെങ്കിൽ ഏപ്രിൽ 29. കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 19. ഫെബ്രുവരി 19. ഇനി 74-ാം ഭേദഗതി വഴി 74-ാം ഭേദഗതി വഴി കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണഘടനാ ഭാഗം. 74-ാം ഭേദഗതി വഴി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണഘടനാ ഭാഗമാണ് ഭാഗം 9. ഭാഗം 9. ഭാഗം 9. അതായത് ഭാഗം 9 തുടക്കത്തിൽ ഭരണഘടനയിലുണ്ടായിരുന്നു. 1956 7-ാം ഭേദഗതി വഴി ഈ ഭാഗം 9 റദ്ദ് ചെയ്തു. അതിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഒരൊറ്റ ആർട്ടിക്കിളായിരുന്നു 243. അതിനുശേഷം പിന്നീട് പ്രധാനമായിട്ടും റദ്ദ് ചെയ്തതിന് ശേഷം പിന്നീട് 9-ാം ഭേദഗതി വഴി 9-ാം ഭാഗം കൂട്ടിച്ചേർത്തത് 73-ാം ഭേദഗതി വഴിയാണ്. 73-ാം ഭേദഗതി വഴി 73-ാം ഭേദഗതി വഴി കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണഘടനാ ഭാഗമാണ് ഭാഗം 9. ഓക്കെയാണ്. 73-ാം ഭേദഗതിയാണ് പഞ്ചായത്തി രാജ്. ഇനി ഇവിടെ സ്കൂൾ പാഠപുസ്തകമാണ്. ഈ 73-ാം ഭേദഗതിയിൽ അതായത് രേഖപ്പെടുത്തിയിട്ടുള്ള ചിത്രം 73-ാം ഭേദഗതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചിത്രം എന്താ? വിക്രമാദിത്യൻ്റെ സദസ്സാണ്. വിക്രമാദിത്യൻ്റെ സദസ്സ് 73-ാം ഭേദഗതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചിത്രമാണ് എന്ത് എന്ന് പറയുന്നത്? വിക്രമാദിത്യൻ്റെ സദസ്സാണ്. വിക്രമാദിത്യൻ്റെ സദസ്സ്. ഇനി ഈ 73-ാം ഭേദഗതി വഴി കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിളുകൾ ഏതൊക്കെ? അനുച്ഛേദങ്ങൾ ഏതൊക്കെ? ഭാഗം 9. ആർട്ടിക്കിളുകൾ ഏതൊക്കെ? 243 മുതൽ 243 വരെ എത്ര അനുച്ഛേദങ്ങൾ കൂട്ടിച്ചേർത്തു? എത്ര ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തു? 16 ആർട്ടിക്കിൾ. 73-ാം ഭേദഗതി വഴി കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ചോദിച്ചാൽ അത് ഭാഗം 9.
ഭാഗം 9 രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രം വിക്രമാദിത്യൻ്റെ സദസ്സ്. ആർട്ടിക്കിൾ 243 മുതൽ 243 വരെ 16 അനുച്ഛേദങ്ങളെ 73-ാം ഭേദഗതി പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തു. ഇനി കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക, അതായത് 73-ാം ഭേദഗതി വഴി കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക 11-ാം പട്ടിക. 11-ാം പട്ടികയിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ നിരന്തരം ചോദിക്കുന്നത് 18. 11-ാം പട്ടികയിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ 18. ഭാഗം 9 ആർട്ടിക്കിൾ 243 മുതൽ 243 വരെയാണ്. പട്ടിക ചോദിച്ചാൽ 11, ഉൾപ്പെട്ട വിഷയങ്ങൾ ചോദിച്ചാൽ 18. ഇനി ഈ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് PSC നിരന്തരം ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ ആ സ്കൂൾ പാഠപുസ്തകത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ആർട്ടിക്കിൾ 243 നിർവചനങ്ങളെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നു. നിർവചനങ്ങൾ, പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട അതിൻ്റെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട നിർവചനങ്ങൾ. 243A എപ്പോഴും ചോദിക്കുന്നത് ഗ്രാമസഭ. ഗ്രാമസഭയെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ താഴെ പറയുന്നവയിലേത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 243. ഇനി ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നതാരാ? വാർഡ് മെമ്പർ. ഗ്രാമസഭയുടെ കൺവീനർ ആരാ? അതും വാർഡ് മെമ്പർ. ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നതാരാ? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഗ്രാമസഭയുടെ സെക്രട്ടറി ആരാ? ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമസഭയുടെ സമ്മേളന ക്വാറം എത്രയാ? സമ്മേളന ക്വാറം. ഗ്രാമസഭ കൂടണമെങ്കിൽ എത്ര പേർ ആ വാർഡിലെ പങ്കെടുക്കണം? അതായത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വാർഡിലെ ആകെ അംഗസംഖ്യയുടെ 10 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചുള്ളതാണ്. സമ്മേളന ക്വാറം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വാർഡിലെ ആകെ അംഗസംഖ്യയുടെ 10 ഗ്രാമസഭ സമ്മേളിക്കണമെങ്കിൽ വേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്, പരീക്ഷകൾക്ക് ചോദിച്ചുള്ളതുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇനി ആർട്ടിക്കിൾ 243B പഞ്ചായത്തുകളുടെ ഭരണഘടന അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ സംബന്ധിച്ചു പരാമർശിച്ചിരിക്കും. പഞ്ചായത്തുകളുടെ ഭരണഘടനയെപ്പറ്റി, പഞ്ചായത്തുകളുടെ രൂപീകരണത്തെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 243B ആണ്. രൂപീകരണം, പഞ്ചായത്തുകളുടെ ഭരണഘടന. ഇനി ആർട്ടിക്കിൾ 243G പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ. പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ 243G ആണ്. ഇനി ആർട്ടിക്കിൾ 243I ആണ്. ആർട്ടിക്കിൾ 243I ചോദിച്ചുള്ളതാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അപ്പോൾ ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 243I ആണ്. ഇവിടെ ഒന്നും ചോദിച്ച ചോദ്യം പറയാമേ. അതായത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാ? PSCയുടെ ചോദ്യം, കറണ്ട് അഫയേഴ്സാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ KN ഹരിലാലാണ്. KN ഹരിലാൽ. എത്രാമത്തെ ചെയർമാനായി ഇദ്ദേഹം എന്ന് ചോദിച്ചാൽ 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ആദ്യത്തെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാ? അതും PSCയുടെ ചോദ്യമാണ്. ആദ്യത്തെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് PA എബ്രഹാമാണ്. PA എബ്രഹാം. നിലവിൽ ആര് എന്ന് ചോദിച്ചാൽ KN ഹരിലാൽ 7ാമത്തെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അദ്ദേഹം. ഇനി കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? നിരന്തരം ചോദിക്കുന്നത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 280 ആണ്. ആർട്ടിക്കിൾ 280 ആണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാ? ഫസ്റ്റ് ചെയർമാൻ KC നിയോഗി. രണ്ടാമത്തെ ചെയർമാൻ ആരാ? K സന്താനം. ശ്രദ്ധിക്കണം, K സന്താനം. മൂന്നാമത്തെ ചെയർമാൻ, നിലവിലെ ചെയർമാൻ ആരാ? നിലവിൽ കറണ്ടായിട്ടുള്ളത്, അതും PSC ചോദിച്ചിട്ടുണ്ട്, അരവിന്ദ് പനഗരിയ. നിലവിലെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ഇനി 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം, ഇമ്പോർട്ടൻ്റ് ആണ്,
കേരളത്തിൽ പഞ്ചായത്തി രാജ് സമ്പ്രദായം നിലവിൽ വന്നത് കേരളത്തിലാണ്. കേരളത്തിൽ പഞ്ചായത്തി രാജ് സമ്പ്രദായം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. 1994 ഏപ്രിൽ 23. കേരളത്തിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. രാജ്യത്ത് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. തിരിഞ്ഞു പോകരുത് എന്നുള്ളതാണ്. ഇനിയും ഇവിടെ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചുള്ളതാണ്. കേരളത്തിൽ പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നതോ? കേരളത്തിൽ പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നതോ 1995 ഒക്ടോബർ 2. കേരളത്തിൽ പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നതോ 1995 ഒക്ടോബർ 2-നാണ്. നമുക്കറിയാം പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഘടന, അതുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനത്തിൻ്റെ ഘടന. അപ്പോൾ ആ ഘടനയെ സംബന്ധിച്ചൊക്കെ പരീക്ഷകൾക്ക് ചോദിച്ചുള്ളതാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ ഘടന. അപ്പോൾ അതിൽ ഏറ്റവും മുകളിൽ വരുന്ന സംവിധാനമാണ് ജില്ലാ പഞ്ചായത്ത്. അതിന് തൊട്ട് താഴെ ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് തൊട്ട് താഴെ ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ ഘടന പ്രധാനമായിട്ടും വരുന്നത് എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ഇതാണ് 73-ാം ഭേദഗതിയിൽ ഉൾപ്പെട്ട പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ ഘടന. ഏറ്റവും അപ്പർ അതോറിറ്റി ജില്ലാ പഞ്ചായത്ത്, അതിന് തൊട്ട് താഴെ ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് തൊട്ട് താഴെ അടിസ്ഥാന തലം ഏതാണ് എന്ന് ചോദിച്ചാൽ ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്ത്. ഇവിടെ വീണ്ടും PSCയുടെ ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ടേ. അതായത് പഞ്ചായത്തിനെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചവർ ആരൊക്കെ? പഞ്ചായത്തിനെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചവർ ആരൊക്കെ? 1 ജവഹർലാൽ നെഹ്റു, 2 BR അംബേദ്കർ. ഡിഗ്രി ലെവൽ ചോദ്യം. പഞ്ചായത്തിനെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചവർ ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്, ഇമ്പോർട്ടൻ്റ്, ജവഹർലാൽ നെഹ്റു. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് MN റോയ്. ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് MN റോയ്. MN റോയ് നമുക്കറിയാം ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട വ്യക്തി കൂടിയാണ് MN റോയ് എന്നുള്ളതാണ്. ഇവിടെ നിന്നും PSC ഈ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇങ്ങനെ: ഇന്ത്യയിലെ അണക്കെട്ടുകളെ വികസനത്തിൻ്റെ മാതൃകകൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാ? വികസനത്തിൻ്റെ മാതൃകകൾ, മോഡൽസ്, അതാര് എന്ന് ചോദിച്ചാൽ MN റോയ് ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എന്നാൽ ഇന്ത്യയിലെ അണക്കെട്ടുകളെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളെന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. അതായത് ഇന്ത്യയിലെ അണക്കെട്ടുകളെ വികസനത്തിൻ്റെ മാതൃകകൾ എന്ന് വിശേഷിപ്പിച്ചത് MN റോയ്. ഇന്ത്യയിലെ അണക്കെട്ടുകളെ വികസനത്തിൻ്റെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. രണ്ടും തിരിഞ്ഞു പോകരുത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത് എന്ന് ചോദിച്ചാൽ അതും ചോദ്യം, PSCയുടെ ചോദ്യമാണ്. സർദാർ സരോവർ, നർമ്മദ നദി, ഗുജറാത്തിൽ. ലാർജസ്റ്റ് ഡാം ഇൻ ഇന്ത്യ. നിലവിലെ PSCയുടെ പുതിയ ഉത്തരസൂചിക. നേരത്തെ ബക്രാനങ്കലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ചോദിച്ചാൽ ഹിരാക്കുഡ് മഹാനദി, ഒഡീഷ. ഉയരമേറിയ അണക്കെട്ട് ചോദിച്ചാൽ തെഹരി ഭഗീരഥി നദി, ഉത്തരാഖണ്ഡ്. ഉയരത്തിൽ വലുപ്പത്തിൽ നിലവത്തിൽ 2-ാം സ്ഥാനത്തുള്ള അണക്കെട്ട് ചോദിച്ചാൽ അത് ഏതാണ്? ബക്രാനങ്കലാണ്. സത്ലജ് നദി, ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി, മൾട്ടി റിവർ വാലി പ്രോജക്റ്റ് ചോദിച്ചാൽ ബക്രാനങ്കൽ. ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ചോദിച്ചാൽ ദാമോദർ വാലി, ദാമോദർ നദിയിൽ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. അമേരിക്കൻ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിൽ നിലവിൽ വന്ന അണക്കെട്ടാണിത്. അതുപോലെ തന്നെ ഈ അണക്കെട്ട് സംവിധാനത്തിലെ ആദ്യ അണക്കെട്ടാണ് തിലയ്യ അണക്കെട്ട്. തിലയ്യ. ഇതൊക്കെ PSCയുടെ ചോദ്യങ്ങളാണ്, ജോഗ്രഫിയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാ ചോദിച്ചിട്ടുണ്ട്? ഗാന്ധിജിയാണ്. ഗ്രാമസ്വരാജ്. പട്ടികജാതി വിഭാഗങ്ങളെ ഹരിജൻ എന്ന് വിശേഷിപ്പിച്ചതാരാ? ഹരിജൻ. ഗാന്ധിജിയാണ്. ഹരിജൻ എന്ന് വിശേഷിപ്പിച്ചു. പട്ടികവർഗ വിഭാഗങ്ങളെ ഗിരിജൻ എന്ന് വിശേഷിപ്പിച്ചതാരാ? അതും ഗാന്ധിജിയാണ്. പട്ടികജാതി വിഭാഗങ്ങളെ ദളിത് എന്ന് വിശേഷിപ്പിച്ചതാരാ? ദളിത്.
അത് ജ്യോതിറാവു ഫുലെയാണ് പട്ടികജാതി വിഭാഗങ്ങളെ ദളിത് എന്ന് വിശേഷിപ്പിച്ചത്. ഇനി പട്ടികജാതി വിഭാഗങ്ങളെ ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാ? BR അംബേദ്കർ. ഭരണഘടനയുടെ പിതാവായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ ആണ് ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് വിശേഷിപ്പിച്ചത്. ഇനി PSCയുടെ ജനറലായിട്ട് എപ്പോഴും ചോദിക്കുന്നത്, ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പിതാവ് ശില്പി എന്നിങ്ങനെ അറിയപ്പെടുന്നു ബൽവന്ത് റായ് മേത്ത. ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനങ്ങളുടെ പിതാവ് ശില്പി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെയെന്ന് ചോദിച്ചാൽ ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്തി രാജ് സംവിധാനത്തെപ്പറ്റി പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആദ്യം നിയമിച്ച കമ്മിറ്റി, രൂപം നൽകിയ കമ്മിറ്റി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആദ്യം നിയമിച്ച കമ്മിറ്റി, ആദ്യം രൂപം നൽകിയ കമ്മിറ്റി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയമിച്ചത് 1957 ജനുവരിയിൽ. 1957 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ. റിപ്പോർട്ട് സമർപ്പിച്ചത് 1957 നവംബർ 24. 1957 നവംബർ 24. കമ്മിറ്റിയുടെ ശുപാർശകൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ NDC അംഗീകരിച്ചത്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അംഗീകരിച്ചത് 1958 ജനുവരി. 1958 ജനുവരി. ശുപാർശകൾ ഔദ്യോഗികമായി നിലവിൽ വന്നത് 1958 ഏപ്രിൽ 1. നിയമിച്ചത് 1957 ജനുവരി. റിപ്പോർട്ട് സമർപ്പിച്ചത് 1957 നവംബർ 24. ശുപാർശകൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അംഗീകരിച്ചത്, റിപ്പോർട്ടിലെ ശുപാർശകൾ 1958 ജനുവരിയിൽ. ചോദിച്ചുള്ളതാണ് ഇതെല്ലാം. ശുപാർശകൾ ഔദ്യോഗികമായി നിലവിൽ വന്നത് 1958 ഏപ്രിൽ 1. ഏപ്രിൽ 1 ശുപാർശകൾ ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇനി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം നിലവിൽ വന്നത് എവിടെയാണ്? രാജസ്ഥാൻ. രാജസ്ഥാനിലെ നാഗൂർ ജില്ല. നിരന്തരം PSC ചോദിക്കുന്നത്. പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്നത് എവിടെ? രാജസ്ഥാനിൽ. രാജസ്ഥാനിൽ എവിടെ? നാഗൂർ ജില്ല. നിലവിൽ വന്ന വർഷം 1959 ഒക്ടോബർ 2. 1959 ഒക്ടോബർ 2. ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് രാജസ്ഥാനിൽ. അതായത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് രാജസ്ഥാനിൽ നാഗൂർ ജില്ലയിൽ 1959 ഒക്ടോബർ 2 ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തി രാജ് സംവിധാനം രണ്ടാമതായി നിലവിൽ വന്നത് എവിടെയാണ്? രണ്ടാമതായി നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലാണ്. ഇനി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനവും ഏതാ? പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെ? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശാണ് ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ഇനി 73-ാം ഭേദഗതി പ്രകാരം, ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നേരത്തെ ആ ശുപാർശ ചെയ്തതാണ് നമ്മൾ. അതായത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലെ നാഗൂർ ജില്ല ആദ്യമായി. എന്നാൽ 73-ാം ഭേദഗതി പ്രകാരം പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. 73-ാം ഭേദഗതി പ്രകാരം പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും മാറിപ്പോകരുത്, തിരിഞ്ഞു പോകരുത്. ഇനി പഞ്ചായത്ത്, ഇതും PSC ചോദിച്ചുള്ളതാണ്. പഞ്ചായത്തി രാജ് നിയമം പ്രാബല്യത്തിലില്ലാത്ത പ്രദേശങ്ങളെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 243M. പഞ്ചായത്തി രാജ് നിയമം പ്രാബല്യത്തിലില്ലാത്ത പ്രദേശങ്ങളെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 243M. പഞ്ചായത്തി രാജ് നിലവിലില്ലാത്ത സംസ്ഥാനങ്ങൾ: 1 നാഗാലാൻഡ്, 2 മേഘാലയ, 3 മിസോറാം. പഞ്ചായത്തി രാജ് നിലവിലില്ലാത്ത സംസ്ഥാനങ്ങൾ: 1 നാഗാലാൻഡ്, 2 മേഘാലയ, 3 മിസോറാം. ഇനി പഞ്ചായത്ത് രാജ് നിലവിലില്ലാത്ത സ്ഥലങ്ങൾ: മണിപ്പൂരിലെ ഹിൽ ഏരിയ, ബംഗാളിലെ ഡാർജിലിംഗ്. മണിപ്പൂരിലെ ഹിൽ ഏരിയ,
ബംഗാളിലെ ഡാർജിലിംഗ്. അപ്പോൾ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിലില്ലാത്തത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് എന്ന് ചോദിച്ചാൽ നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾ നിലവിലില്ലാത്ത സ്ഥലങ്ങൾ മണിപ്പൂരിലെ ഹിൽ ഏരിയ, ഡാർജിലിംഗ് എവിടെയെന്ന് ചോദിച്ചാൽ ബംഗാളിലുമാണ്. ഇവിടെയൊക്കെയാണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾ നിലവിലില്ലാത്തത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചത് 42-ാം ഭേദഗതി, അതിലെ ഭേദഗതി മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കണക്റ്റഡ് ഫാക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. പിന്നീട് 73-ാം ഭേദഗതി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഞ്ചായത്തി രാജ്, അതിനെപ്പറ്റിയും മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ക്ലാസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് തന്നെ പഠിക്കുക. നോട്ട്സ് ടെലഗ്രാം ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ അടുത്ത പാർട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു വെരി മച്ച്.